ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ഒരു അൺയൂഷ്വൽ വീഡിയോ ആണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ എന്ന് എനിക്കറിയാം. കാരണം നാളെ മുതൽ നമ്മളൊരു 15 ഡേയ്സ് ഡെയിലി ടാസ്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. ഞാനും ഒത്തിരി എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡെയിലി ടാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു ചാലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു യൂഷ്വൽ ഡയറ്റ് പ്ലാനും വർക്കൗട്ടും തന്നിട്ട് നിങ്ങളെ അങ്ങനെ വിടുന്നതല്ല. നമ്മൾ ഡെയിലി ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെയധികം സിൻസിയർ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചാലഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം പാർട്ടിസിപ്പേഷനും അതോടൊപ്പം തന്നെ ഡെഡിക്കേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും തന്നെ ഈ ഒരു 15 ഡേയ്സ് ചാലഞ്ച് സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നതെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. എല്ലാവർക്കും മാക്സിമം റിസൾട്ട് കിട്ടട്ടെ. 3 to 5 kgs ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ അത്രയൊന്നും നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നല്ലൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. മാക്സിമം വെയിറ്റ് ലോസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും ഒരു അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഈ ഒരു ചാലഞ്ചിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നാളെ നിങ്ങൾ ചെയ്യാനുള്ള ടാസ്ക് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാളെ ചെയ്യാനുള്ള 15 മിനിറ്റ്സ് വർക്ക്ഔട്ട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ത്രൂ ഔട്ട് 15 ഡേയ്സും മിനിമം 15 മിനിറ്റ്സ് നിങ്ങൾ എന്തായാലും വർക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു 15 ഡേയ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു ബേസ് മീൽ പ്ലാനും ഒരു കോമൺ മീൽ പ്ലാനും ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ ഈ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡെയിലി ടാസ്കിന്റെ കാര്യം പറയാനാണെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു 15 ഡേയ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള മീൽ പ്ലാനിന്റെ കാര്യമാണ്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ കമന്റ് സെക്ഷനിൽ ഞാനൊരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തും ഈ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മീൽ പ്ലാൻ കാണാനായിട്ട് സാധിക്കും. ഒരു 1200 to 1300 വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ മീൽ പ്ലാൻ ആണത്. ഒരുവിധം എല്ലാ തരത്തിലുള്ള എന്താ പറയുക മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്കും അവരൊക്കെ കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മീൽ പ്ലാൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ഡയബറ്റിക് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ള ഒരാളായിരിക്കട്ടെ, തൈറോയ്ഡ്, PCOD ഏത് കണ്ടീഷനുള്ളവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മീൽ പ്ലാൻ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഫീഡിങ് മദേഴ്സും ടീനേജേഴ്സും ഒക്കെ ചെയ്യുന്ന സമയത്ത് പോർഷൻ സൈസ് കുറച്ചും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കണം. കാരണം ഇതൊരു 1200 മീൽ പ്ലാൻ ആണ്. അപ്പൊ നിങ്ങളൊക്കെ മിനിമം എന്തായാലും ഒരു 1500 മീൽ പ്ലാനെങ്കിലും എടുക്കേണ്ടി വരും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോർഷൻ ചേഞ്ചസ് ഒക്കെ അതിനകത്ത് വരും. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ബാക്കി എല്ലാവർക്കും സെയിം മീൽ പ്ലാന് കണ്ണടച്ച് അതേപടി തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഒരു 15 ഡേയ്സ് മാക്സിമം ഈ ഒരു മീൽ പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾ അഥവാ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് എടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഫുഡ് ഓപ്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പോർഷൻ കൺട്രോൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ബാലൻസ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കഴിയുന്നത് നേരത്തെ നിങ്ങളുടെ ഡിന്നർ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു 8 o'clock അല്ലെങ്കിൽ 7 o'clock മുന്നേ ആയിട്ട് നിങ്ങളുടെ ഡിന്നർ ഫിനിഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു 15 ഡേയ്സ് ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വർക്ക്ഔട്ട് പാർട്ടാണ്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, നമ്മൾ ഈ ഒരു 15 ഡേയ്സും മിനിമം 15 മിനിറ്റ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. 15 മിനിറ്റ്സിൽ കൂടുതൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം, അതൊന്നും ഒരു കുഴപ്പമില്ല. ഈവൻ 1 hour വരെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷെ മിനിമം 15 മിനിറ്റ്സ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് മാക്സിമം റിസൾട്ട് ഈ ഒരു 15 ഡേയ്സിൽ കിട്ടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ. ഒരു ദിവസം ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചാലഞ്ച് ചെയ്തുകൊണ്ട് യാതൊരുവിധ ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ 15 മിനിറ്റ്സ് വർക്ക്ഔട്ട് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ വർക്ക്ഔട്ട് തപ്പി എവിടെയും പോകുന്നു വേണ്ട. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ 20 മിനിറ്റ്സ് വീഡിയോ ആയിരിക്കാം, ഹാഫ് ആൻ അവർ വീഡിയോ ആയിരിക്കാം, ചിലപ്പോൾ 1 hour വീഡിയോ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ആ ഒരു വർക്ക്ഔട്ട് കണ്ടിന്യൂ ചെയ്ത് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. പക്ഷെ മിനിമം 15 മിനിറ്റ്സ് വർക്ക്ഔട്ട് അത് മറക്കാതിരിക്കുക. ഇനി ഈ വർക്ക്ഔട്ട് അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാനലിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക്ഔട്ട്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്കിന് പോകാനാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈം ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രാവിലെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, വൈകുന്നേരം ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇൻ ബിറ്റ്വീൻ ഡേ ഏതെങ്കിലും ഒരു ടൈമാണ് നിങ്ങൾ അതിനുവേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള കാര്യം മസ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് നമ്മുടെ ഡെയിലി ടാസ്ക് ആണ്. അപ്പൊ ഡേ 1 നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. 8 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളൊരു വെയിറ്റ് ലോസ് ജേർണി ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഡയറ്റും വർക്ക്ഔട്ടും ഒക്കെ ഫോളോ ചെയ്യുമ്പം
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് പുറകിലുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത്. പലരും ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താ പറയുക, പ്രത്യേകിച്ച് ഈ ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് തലവേദന വരുന്നു, ക്ഷീണം വരുന്നു, തളർച്ച വരുന്നു. നമ്മൾ ഡയറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അവിടെ നമ്മുടെ ഹൈഡ്രേഷൻ പോയിന്റ് ചിലപ്പം ലാക്കിംഗ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അപ്പം വെള്ളത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. മിനിമം 8 ഗ്ലാസ് വെള്ളം നമ്മൾ നാളെ എന്തായാലും കുടിച്ചിരിക്കണം. ഈ ഒരു നാളെ ചെയ്യുന്ന കാര്യം നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ്. പക്ഷെ നാളത്തെ കാര്യം എന്തായാലും ഈ ഒരു ടാസ്ക് നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. മിനിമം 8 ഗ്ലാസ് വെള്ളം. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും എന്താ പറയുക ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മളുടെ വാട്ടർ നീഡ്സും ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 25 കിലോഗ്രാമിന് 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ ഒരു 50 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 2 ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വാട്ടർ റിക്വയർമെന്റും കൂടുകയാണ്. പക്ഷെ എന്നാലും ഒരു 4 ലിറ്ററിൽ കൂടുതൽ വെള്ളമൊന്നും നമ്മൾ കുടിക്കേണ്ട ആവശ്യമില്ല. ഒരു മാക്സിമം 4 ലിറ്റർ വരെ മാത്രമേ എത്ര ബോഡി വെയിറ്റ് ഉള്ളവരും കുടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു 25 കിലോഗ്രാമിന്റെ കണക്ക് വെച്ചിട്ടാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലിറ്റർ 3 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാം. പക്ഷെ ഈ ഒരു ടാർഗറ്റിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മിനിമം 8 ഗ്ലാസ് വെള്ളം 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ഇമ്പാക്ട് തന്നെയായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം മാക്സിമം ഈ ഒരു ടാർഗറ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കുക. പ്രത്യേകിച്ച് ടീനേജേഴ്സിന്റെ അടുത്തും ഫീഡിംഗ് മദേഴ്സിന്റെ അടുത്തും കൂടിയാണ് ഞാനിത് പറയുന്നത്. വെള്ളം കുടിയുടെ കാര്യത്തിൽ വളരെയധികം മടി കാണിക്കുന്ന 2 കാറ്റഗറി ഓഫ് ആളുകളാണ് ടീനേജേഴ്സും അതുപോലെ തന്നെ ഫീഡിംഗ് മദേഴ്സും. ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാതെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. ഈവൻ ഞാനും ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് പറയുന്നത്. പിന്നെ ഫീഡിംഗ് മദേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫീഡ് ചെയ്യുന്നതാണ് കുട്ടീനെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഹൈഡ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു വെള്ളത്തിന്റെ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് മാക്സിമം വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പം 8 ഗ്ലാസ് വെള്ളം എന്നുള്ളതാണ് നമ്മുടെ നാളത്തെ ടാർഗറ്റ്. അതാണ് നിങ്ങളുടെ ഡെയിലി ടാസ്ക്. 15 ഡേയ്സ് ഡെയിലി ടാസ്കിൽ ആദ്യമായിട്ട് ഞാൻ തരുന്ന ടാസ്ക്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതൊക്കെ തന്നെ നിങ്ങൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുക, അതോടൊപ്പം തന്നെ 15 മിനിറ്റ്സ് മിനിമം 15 മിനിറ്റ്സ് വർക്ക്ഔട്ട് ചെയ്യുക, അതുപോലെ തന്നെ കലറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിപ്പം ഈ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈമും കൂടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. എനിക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾ ഏത് സമയത്താണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, എത്ര സമയം വർക്ക്ഔട്ട് ചെയ്തതെന്നും കൂടി നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യുക. പിന്നെ നിങ്ങൾ ഡയറ്റിന്റെ കാര്യമാണ്, കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്തു എന്നുള്ള കാര്യം കമന്റ് സെക്ഷനിൽ നിങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ് കഴിക്കുന്നത്, എത്ര പോർഷൻ ആണ് കഴിക്കുന്നതെന്നൊക്കെ ഒന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എനിക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അത് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഡെയിലി അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നാളെ നിങ്ങൾക്ക് ആവർത്തിക്കാതിരിക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഡെയിലി മോണിറ്ററിങ്, ഡെയിലി ഫോളോ അപ്പ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ടാസ്ക് പോകുന്നത്. മാക്സിമം ആളുകളും ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. പിറ്റേന്നത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കാതിരിക്കുക. നാളെ തന്നെ എല്ലാവരും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. ഡെയിലി ഈ ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയവും നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കാം. ഡെയിലി നിങ്ങൾ ഇത് ചെയ്തു പോകുമ്പോൾ നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പൊ നാളത്തെ ചാലഞ്ചിന് എത്ര പേര് റെഡിയാണ് എന്നുള്ളൊരു കാര്യം താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റും, അതായത് നിങ്ങൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും കൂടെ നിങ്ങൾ കൊടുക്കുക. ആ ഒരു സെയിം കമന്റ് എഡിറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഡെയിലി അപ്ഡേറ്റ്സിന്റെ കാര്യവും നിങ്ങൾക്ക് ആ കമന്റിൽ തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 15 ഡേയ്സ് ചാലഞ്ചിനെ പറ്റി പറയാനായിട്ടുള്ള. അപ്പൊ ഡെയിലി നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടാവും. ആ വീഡിയോസിലൊക്കെ തന്നെ ഞാൻ നിങ്ങൾ പിറ്റേന്ന് ചെയ്തു തീർക്കേണ്ട ടാസ്കുകളൊക്കെ തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് ഡേ ടാസ്കുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.